നോക്ക് ജെയിംസ്, ഞാനൊരു NRI. ഇവിടുത്തെ സെറ്റപ്പൊക്കെ കാണുമ്പോൾ അറിയാം, അത്യാവശ്യം കാശൊക്കെ ഉണ്ട്. അത് എൻ്റെ ഈ 2 മക്കൾക്കുള്ളതാ. കാര്യങ്ങളെ തുറന്ന് സമീപിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രണയ കഥയിൽ ഒരു വില്ലൻ കളിക്കാനൊന്നും എനിക്ക് താല്പര്യവും ഇല്ല. അതൊട്ട് വർക്കൗട്ട് ആവത്തില്ലെന്നും എനിക്കറിയാം. തനിക്ക് കുടുംബവും ബന്ധുക്കളും ഇല്ല എന്നുള്ളത് എനിക്കൊരു വിഷയമല്ല. വിഷയമാകുന്നത് തനിക്കൊരു സ്ഥിര വരുമാനമുള്ള ജോലിയില്ല എന്നുള്ളതാണ്. ആർട്ടിസ്റ്റാണ്, അസിസ്റ്റന്റ് ഡയറക്ടറാണെന്നൊക്കെ പറയുന്നത് ഒരു തരം ഉടായിപ്പ് ഏർപ്പാടാ. അധികം വരുമാനവും കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മകളെ ജെയിംസിന് വിവാഹം കഴിച്ചു തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അല്ല അപ്പച്ച, ഞങ്ങൾക്ക് കൃത്യമായ ചില പ്ലാനുകളൊക്കെ ഉണ്ട്. ഞാൻ 2-3 ബാങ്കിൽ ടെസ്റ്റ് എഴുതിയിരിക്കല്ലേ, എവിടെയെങ്കിലും കിട്ടാതിരിക്കില്ല. അപ്പോഴേക്കും ജെയിംസിന് സ്വന്തമായൊരു ആഡ് ഏജൻസി. നാളെ അത് കിട്ടും ഇത് കിട്ടും എന്നുള്ളത് പ്രതീക്ഷ. ഇന്ന് എന്തുണ്ട് അതാണ് യാഥാർത്ഥ്യം. ഇനിയിപ്പോ നിന്റെ ജോലിയുടെ വരുമാനം കൊണ്ട് ജീവിക്കാനാണെങ്കിൽ ഇയാളെ ഞാനൊരു ഭർത്താവ് ജോലിക്കാരൻ എന്നേ വിളിക്കൂ. പ്രേമം വെറും ഭ്രമമാണ്, യാഥാർത്ഥ്യമാണ് സത്യം. അത് ജീവിച്ചു തുടങ്ങുമ്പോഴേ മനസ്സിലാകൂ. ഇവിടെ പോലെ ഏതൊരു അച്ഛനെ പോലെ ഞാനും ആഗ്രഹിക്കുന്നത് എൻ്റെ മകളുടെ നല്ല ഭാവിയാണ്. അതിനായിട്ട് നല്ല തറവാട്ടിൽ പിറന്നൊരു MBA-കാരനെ ആലീസിന് വേണ്ടി ഞാൻ കണ്ടുവച്ചിട്ടുമുണ്ട്. ഒരപ്പച്ചൻ്റെ കടമ ഞാൻ ചെയ്യുന്നു. അതല്ല എൻ്റെ വാക്ക് ധിക്കരിച്ച് വിവാഹം കഴിക്കാനാണ് ഇനിയും നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അതിന്ന് തീരുമാനിക്കാം. പിന്നെ പിള്ളേരുടെ പഠിത്തം, കാറ്, വീടിൻ്റെ ലോൺ എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് ഈ വീടിൻ്റെ പടി ചവിട്ടിപ്പോകരുത്. നല്ല അസല് ചായ. ഈ ഏലക്കയിട്ട ചായ ഞാൻ ആദ്യമായിട്ട് കുടിക്കുക. പക്ഷെ എനിക്ക് ചായയേക്കാൾ ഇഷ്ടപ്പെട്ടത് സാറിൻ്റെ ഈ പ്രസൻറ്റേഷനാണ്. വെരി റിഫൈൻഡ്, എലക്വൻറ്റ് ആൻഡ് ഡിസെപ്റ്റീവ്ലി പൊളൈറ്റ്. എൻ്റെ പ്രേമം എനിക്ക് വെറുമൊരു ഭ്രമമല്ല. അത് ഡേവിസ് തെക്കേപ്പറമ്പിൽ അറിയില്ലെങ്കിലും നിനക്കറിയാം. തീരുമാനം നിന്റേതാണ് ആലീസ്. Hi, how was the trip? കുഴപ്പമില്ലായിരുന്നു. Good. കുഞ്ഞോളെ, ഈ അമ്മയുടെ ഒരു കാര്യം, എന്താ മോളുടെ പേര്? പിങ്കി. ആഹാ, നല്ല പേരാണല്ലോ. ഞാൻ മോളുടെ മേഴ്സി ആന്റി. മോൾക്ക് ഈ അമ്മമ്മയുടെ പേരറിയോ? അറിയാലോ, സൂസൻ. എന്റെ സ്കൂളിലെ പേര് ഇസബൽ സൂസൻ ജെയിംസ് എന്നാ. അപ്പച്ചൻ അകത്തുണ്ട്. എഴുന്നേക്കരുതെന്നാ ഡോക്ടർ സാറിന്റെ ഓർഡർ. I'm Alexander, മെസ്സിയുടെ. മനസ്സിലായി. വാ വാ, എല്ലാരും ഒത്തേക്കോ. വാ വാ മോളെ.
ജെയിംസ് പ്ലീസ്. ഞാനിവിടെ അടുത്തൊരു റിസോർട്ടിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി പടി ചവിട്ടില്ലെന്ന് പണ്ട് ഡേവിസ് സാറിനൊരു വാക്ക് കൊടുത്ത ഞാനായിട്ട് അത് തെറ്റിക്കുന്നത് ശരിയല്ലല്ലോ. ആൻറ്റി, ഏലക്കയുടെ മണമുള്ളൊരു ചായയുടെ രുചി ഇപ്പോഴും നാവിലുണ്ട് കേട്ടോ. പപ്പ പോവേണോ? പപ്പയ്ക്ക് കുറച്ച് ജോലിയുണ്ട് മോളെ. മോൾ അപ്പാപ്പനോടും അമ്മാമ്മയോടും വിശേഷങ്ങളൊക്കെ പറഞ്ഞു വിട്ടിരിക്കെ. 2 ദിവസം കഴിഞ്ഞ് പപ്പ ഒന്ന് പിക്കപ്പ് ചെയ്യാം. ഓക്കെ? അപ്പാപ്പനൊരു നല്ല പെയിന്റിംഗ് വരച്ചു കൊടുക്കണം കേട്ടോ. ആലിസ്, മൊബൈലിൽ റേഞ്ച് ഉണ്ട്. സോ ഇഫ് ദർസ് എനിത്തിങ് ജസ്റ്റ് ഗിവ് മീ എ കോൾ. ടാറ്റാ. പപ്പ ടാറ്റാ. മോള് വാ. അപ്പാപ്പനെ കാണണ്ടേ മോക്ക്? ദേ ഇതാരാന്ന് നോക്കി. അപ്പാപ്പന്റെ പൊന്നോട് സുന്ദരിയാണല്ലോ. നമ്മുടെ ആലീസും കുഞ്ഞിലെ ഇങ്ങനെ തന്നെ ആയിരുന്നു ഇല്ലേ ചായ? വാ. ഇരിക്ക്. സുഖമല്ലടി? ജെയിംസ്, Come in. ഗുഡ് ഈവനിങ് സാർ. അവിടെ വെച്ചേക്ക്. ഐസ് ക്യൂബ്സ് കൊണ്ടുവന്നു അല്ലേ? ഞാൻ പറയാൻ മറന്നു. താങ്ക്സ്. 10 കൊല്ലായില്ലേ സാറേ നമ്മൾ ഈ പണി തുടങ്ങിയിട്ട്. ആളെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ചേട്ടൻ്റെ പേരെന്താ? സേവ്യാറ്. പൊൻകുന്നത്ത് വാറ്റായിരുന്നു. അന്നേ ഉള്ളതാ. ആളെ കാണുമ്പോൾ അങ്ങോട്ട് ഉറപ്പിക്കും ചീനച്ചട്ടിയിലോട്ട് എന്താ കമത്തേണ്ടതെന്ന്. ഇനിയിപ്പോൾ പരിചയ സ്ഥിതിക്ക് സാർ അങ്ങോട്ട് മനസ്സിൽ വിചാരിച്ചാൽ മതി, ഈ സേവ്യാർ അത് അപ്പോഴും എത്തിക്കും. അടിക്കുന്നോ? ഏയ് നമ്മൾ വായിക്കതൊന്നും പിടിക്കത്തില്ല സാറേ, നമുക്കൊക്കെ. ശരി എന്നാ. താങ്ക്സ്. ഇടയ്ക്ക് വിളിച്ചേക്കണേ. ഓ, സാർ അങ്ങോട്ട് മനസ്സിൽ വിചാരിച്ചാൽ മതി, ഈ സേവ്യാർ അത് അപ്പോഴും എത്തിക്കും. You imagine, you dream it, we make it. You dream it, we make it. Hexamobiles, your sixth sense. എന്റെ സേവിയറേട്ടാ, എവിടെയായിരുന്നു ഇത്രയും കാലം? ആലിസ്, ബിസിയാണോ? ഒരു കാര്യം പറയാനാ. ബിസി? കുറച്ച് പറഞ്ഞു. ഇവിടെ അപ്പച്ചന് ജെയിംസിനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അയ്യോ, ഡേവിസ് തെക്കേപ്പറമ്പിൽ സാറിന് എന്നെ കാണണമെന്നോ? എന്തു പറ്റി? ജെയിംസ്, ഹീസ് മൈ ഫാദർ. ഓഫ് കോഴ്സ് ഈസ് യുവർ ഫാദർ. ഹേ ജെയിംസ്. മോളെവിടെ? മോളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. മോളെ പിങ്കി നിക്ക്
സി ജെയിംസ്, ഞാൻ വിളിച്ചത് ജെയിംസ് അപ്പച്ചനെ വന്നൊന്ന് കാണണം. അപ്പച്ചൻ മാത്രല്ല, ഇവിടെ എല്ലാരും ജെയിംസിന്റെ വരവ് പ്രതീക്ഷിച്ചിരിക്കുക. ഈ നട വരെ വന്നിട്ട് തിരിച്ചു പോവാന്ന് പറഞ്ഞ സി ജെയിംസ്, ഞാനുമായിട്ടുള്ള പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ മാറ്റി വെച്ചിട്ട് ജെയിംസ് ഇങ്ങോട്ടൊന്ന് വന്നിട്ട് പോയാൽ എന്താ? എനിക്ക് അത്യാവശ്യമായിട്ടൊരു കോൾ വെയിറ്റിംഗ് ഉണ്ട്. I'll call you back. അപ്പൊ ജെയിംസ് ഇങ്ങോട്ട് വരുമല്ലേ? ഷുവർ അല്ലേ? No, I'll call you back. What do you mean? Sami. You mean this Tuesday? Yeah, sure. Thanks, man. Thanks a lot. ഹലോ ജെയിംസ്. നന്ദു, നമുക്ക് രണ്ടുപേർക്കും ട്യൂസ്ഡേ മോർണിംഗ് ബോംബെയിലേക്ക് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യണം. ബോംബെയിലേക്കോ? അതെന്തിനാ? നമ്മൾ നമ്മുടെ പുതിയ ക്ലയന്റിനെ കാണാൻ പോകുന്നു. ക്ലയന്റ് എന്ന് പറയുമ്പോ നീ തെളിച്ചു പറ. ഹെക്സ മൊബൈൽസ്. വൗ, റിയലി? യാ. ഞാൻ ചെക്കൗട്ട് പറഞ്ഞിരുന്നു. ബില്ല് റെഡിയായോ? 1 minute സർ. അപ്പച്ച പതുക്കെ. ഗുഡ് മോർണിംഗ്. സാറെന്താ ഇവിടെ? ട്രാവൽ ചെയ്യാൻ പാടില്ലാത്ത, പിന്നെ കണ്ണെന്ന് വാശി പിടിച്ച വേറെ വഴിയൊന്നും ഇല്ലല്ലോ. വന്നേ. തൻ്റെ വാശി എനിക്കിഷ്ടപ്പെട്ടു. ആണല്ലേ? കുറച്ചൊക്കെ ആവാം. അയ്യോ, വാശിയുടെ അല്ല സർ. ഞാൻ മനസ്സിലായി. അന്ന് ഞാൻ പറഞ്ഞത് മോനങ്ങ് മറന്നുകളാ. 2 പെങ്കൊച്ചുങ്ങളുടെ അപ്പനല്ലേടാ. പിന്നെ കാശിൻ്റെ കുറച്ച് അഹങ്കാരവും. അങ്ങനെ നാവോധം പറ്റിയെന്ന് കരുതിയാൽ മതി. ഇന്ന് എനിക്കതിൽ സങ്കടമുണ്ട്. ക്ഷമിക്ക്. നീ അപ്പച്ചൻ്റെ കൂടെ വീട്ടിലേക്ക് വരണം. അയ്യോ, ഇങ്ങനൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ വരാം, പക്ഷേ ഇപ്പോഴല്ല. സത്യത്തിൽ ഞാൻ അത്യാവശ്യമായ ജോലി സംബന്ധമായ ഒരു യാത്രയ്ക്ക് ഇറങ്ങിയതാ. 2 ദിവസം ഞാൻ തിരിച്ചെത്തും. എത്തിയാലോടെ ഞാൻ വന്നോളാം. വരുമോ? അതോ എന്നെ ഒഴിവാക്കാനായിട്ട്? അല്ല സർ, ഞാൻ വന്നോളാം. സാറ് പോയിക്കോളൂ. സാറല്ല, അപ്പച്ചൻ എന്ന് വിളിച്ച് കേൾക്കാനാണ് എനിക്കിഷ്ടം.